ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ഇംഗ്ലണ്ടും ബെൽജിയവും കളത്തിലേക്ക്. ഇംഗ്ലണ്ട് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ കോങ്കോയെ നേരിടും. നാളെ പുലർച്ചെ 1:30 ബെൽജിയം സെനഗൽ സൂപ്പർ പോരാട്ടവുമുണ്ട്. ക്രൊയേഷ്യയും പാനമയും തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ട് നോക്കൌട്ടിലെത്തിയത്. ഘാനയോട് സമനില വഴങ്ങിയെങ്കിലും ഹാരി കെയ്ൻ നയിക്കുന്ന ഇംഗ്ലീഷ് നിര മികച്ച ഫോമിൽ. ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഹാരി കെയ്ന്റെ ബൂട്ടിലാണ് പ്രതീക്ഷ. മധ്യനിരയിൽ ജൂഡ് ബെല്ലിംഗാമും ഡെക്ലാൻ റൈസും താളം കണ്ടെത്തി കഴിഞ്ഞു. മറുവശത്ത് ഗ്രൂപ്പ് കെയിൽ 3ാം സ്ഥാനം നേടി ചരിത്രത്തിലാദ്യമായാണ് കോങ്കോ നോക്കൌട്ടിലെത്തിയത്. ആദ്യ മത്സരത്തിൽ റൊണാൾഡോയും സംഘത്തെയും സമനിലയിൽ പൂട്ടിയ കോങ്കോ അവസാന മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചു. 3 ഗോൾ നേടിയ യോവാൻ വിസിയാണ് കോങ്കോയുടെ കരുത്ത്. ഇംഗ്ലീഷ് ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തി പ്രത്യാക്രമണങ്ങളിലൂടെ ഗോളടിക്കാനാകും ശ്രമം. നാളെ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയത്തിന് ആഫ്രിക്കൻ കരുത്തരായ സെനഗലാണ് എതിരാളികൾ. ഗ്രൂപ്പിലെ ആദ്യ 2 മത്സരത്തിലും സമനിലയിൽ കുരുങ്ങിയെങ്കിലും അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനെ തകർത്താണ് ബെൽജിയത്തിന്റെ വരവ്. ലിയാൻഡ്രോ ട്രൊസാർഡും റൊമേലു ലുക്കാക്കുവും മത്സരത്തിൽ ഗോളടിച്ചു. മധ്യനിരയിൽ കെവിൻ ഡിബ്രൂയിനെ ഫോം കണ്ടെത്തിയതാണ് പ്രതീക്ഷ. മറുവശത്ത് മരണ ഗ്രൂപ്പിൽ ഫ്രാൻസിനോടും നോർവേയോടും പരാജയപ്പെട്ടെങ്കിലും അവസാന മത്സരത്തിൽ ഇറാഖിനെ തകർത്താണ് സെനഗൽ നോക്കൌട്ട് ഉറപ്പിച്ചത്. ഇസ്മായിൽ സാർ, പപ്പേഗയ എന്നിവർക്കൊപ്പം സൂപ്പർ താരം സാദിയോ മാന കൂടി മിന്നിച്ചാൽ സെനഗലിന് ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകാം. രാവിലെ 5:30 നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയ്ക്ക് ബോസ്നിയയാണ് എതിരാളികൾ. സ്വന്തം കാണികൾക്ക് മുന്നിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയിച്ചേ തീരൂ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.